ശിശുക്ഷേമ സമിതിയിലെ ക്രമക്കേടിൽ മുൻ ഭാരവാഹി സുനിൽ സി കുര്യനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. ചെങ്ങന്നൂർ സ്വദേശികളായ ദമ്പതിമാർക്ക് കുഞ്ഞിനെ നൽകാമെന്ന് പറഞ്ഞ് 6 ലക്ഷം രൂപ വാങ്ങിയതായി ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശം. സുനിൽ സി കുര്യന് പണം കൈമാറിയത് ബാങ്ക് വഴിയെന്ന് വീട്ടമ്മയുടെ മൊഴി. പണം കൈമാറിയെന്ന് വീട്ടമ്മ പീപ്പിളിനോട് പറഞ്ഞു. ശിശുക്ഷേമ സമിതിയിലെ ക്രമക്കേടിൽ റിമാൻഡിലായ മുൻ ഭാരവാഹികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ശിശുക്ഷേമ സമിതിയിലെ ക്രമക്കേടിൽ സുനിൽ സി കുര്യനെതിരെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. ചെങ്ങന്നൂർ സ്വദേശികളായ ദമ്പതിമാർക്ക് കുഞ്ഞിനെ നൽകാമെന്ന് പറഞ്ഞ് 6 ലക്ഷം രൂപ വാങ്ങിയതായി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. 2013 സംഭവം ഉണ്ടായത്. വർഷങ്ങളായി കുഞ്ഞുങ്ങൾ ജനിക്കാതിരുന്ന ദമ്പതിമാർ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയായ സുനിൽ സി കുര്യനെ സമീപിക്കുകയായിരുന്നു. നിയമാനുസൃതമായി കുഞ്ഞിന് ലഭിക്കാൻ 40,000 രൂപ അടച്ചാൽ മതിയെന്നിരിക്കെ കൈക്കൂലിയായിട്ടാണ് 6 ലക്ഷം ഇയാൾ ആവശ്യപ്പെട്ടത്. തുടർന്ന് സിൻഡിക്കേറ്റ് ബാങ്കിലെ ശാഖ വഴി മുഴുവൻ തുകയും സുനിൽ സി കുര്യന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു. എന്നാൽ അതിനിടയിൽ ദമ്പതിമാരിൽ ഒരാൾ അസുഖബാധിതയായതായി ചൂണ്ടിക്കാട്ടി കുഞ്ഞിനെ നൽകിയില്ല. എന്നാൽ ഇതോടെ പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ട് ദമ്പതികൾ സുനിലിനെ സമീപിച്ചു. എന്നാൽ പറഞ്ഞ അവധികൾ പലതും തീർന്നതോടെ ഇവർ ക്രൈംബ്രാഞ്ചിന് പരാതി നൽകി. സുനിൽ സി കുര്യൻ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് ദമ്പതിമാരുടെ മാതാവായ മുൻ കോളേജ് പ്രിൻസിപ്പൽ പീപ്പിളിനോട് പറഞ്ഞു. അതിന് 2 ആഴ്ച മുമ്പ് പറഞ്ഞു, രൂപ തരുവാണെങ്കിൽ കുഞ്ഞിനെ 1 മാസത്തിനും തരാമെന്ന്. സുനിൽ കുര്യൻ സുനിലിന്റെ പേരില് ചെക്ക് ബാങ്കിലുണ്ട്. ശിശുക്ഷേമ സമിതിയിലെ ക്രമക്കേടുകളെ തുടർന്ന് സുനിൽ സി കുര്യൻ, കോൺഗ്രസ് നേതാവ് ചെമ്പഴന്തി അനിൽ എന്നിവർ റിമാൻഡിലാണ്. ഇവർ ഭാരവാഹികളായിരുന്ന സമയത്ത് സമാനമായ കൂടുതൽ തട്ടിപ്പുകൾ നടന്നതായിട്ടാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.